മിനി കൂപ്പർ ഇപ്പോൾ വെള്ളം കയറി എഞ്ചിനിൽ വെള്ളം കയറി ഓഫായിരിക്കുകയാണ്. നടു റോട്ടിലാണ് വണ്ടി ഓഫായിരിക്കുന്നത്. ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തൂടെയും മറ്റ് വാഹനങ്ങൾക്ക് പോകുന്നതിന് എത്രത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അത് മയൂർ വിഹാർ ഫേസ് 2-ൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇന്ന് നമ്മളുടെ യാത്രയും ആകെ അലങ്കോലമാവുകയാണ് ചെയ്തത്. യാത്ര പലയിടങ്ങളിലും മരം പൊട്ടി വീണു. അതുകൊണ്ട് ആ റൂട്ട് എടുക്കാൻ പറ്റാതെ മറ്റു റൂട്ടുകൾ എടുത്തു. ആ സമയത്ത് അവിടെ ആകട്ടെ വെള്ളക്കെട്ട്. അതുകൊണ്ട് നമ്മളും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരുന്നു രാവിലെ മുതലത്തെ ഒരു സാഹചര്യം. ഏതായാലും ദില്ലിയിലെ പൊതു ചിത്രം ഈ കാണുന്നത് തന്നെയാണ്. പല ഇടങ്ങളിലും ഈ രീതിയിൽ വലിയ വെള്ളക്കെട്ട്, അത് വലിയ ഗതാഗത തടസ്സങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ITO അവിടെ വലിയ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. വേനൽമഴയല്ല എന്നതാണ് IMD വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ഒരു ആഴ്ചക്കാലം ശക്തമായ മഴയുണ്ടാകും, മൺസൂൺ മഴയുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ IMD വ്യക്തമാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെ ഈ രീതിയിൽ തന്നെ മഴയുണ്ടാകും എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെയും മഴയുണ്ടായിരുന്നു, പക്ഷേ അത്ര ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് മാറിയിരുന്നില്ല. ഇന്നാണ് ഇത് ജനജീവിതത്തെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഓഫീസ് സമയം ഒക്കെ ആകുന്നതേ ഉള്ളൂ. ഓഫീസ് സമയം ഒക്കെ ആകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ മഴ വീണ്ടും ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഇന്ന് ദില്ലിയിലെ ആളുകളുടെ ഓഫീസ് അതുപോലെ തന്നെ നിത്യജീവിതം ആകെ അലങ്കോലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനുള്ളത് മയൂർ വിഹാർ ഫേസ് 2 എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിൽ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണിക്കാം. ആ ഒരു മിനി കൂപ്പർ അവിടെ കഴിഞ്ഞ ഒരു അരമുക്കാൽ മണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഓഫായി കിടക്കുകയാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുകൂടെ യാത്ര വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. മറുവശത്ത് ഈ മിനി കൂപ്പറിന്റെ ഒരു ഭാഗത്തുകൂടെ പോകാനാകില്ല. അവിടെ വലിയ ആഴത്തിൽ ആണ് വെള്ളമുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത്. भैया काफी नुकसान हो गया ना? काफी नुकसान का बहुत बढ़िया हो गया नुकसान। पेट्रोल पे चला रहा हूँ। किधर से आ रहा है? किधर से आ रहा है? गाजीपुर से आ रहा हूँ, घूमते हुए DND से जा रहा हूँ। उधर भी ब्लॉक है, उधर भी गाजीपुर पे इतना जल्दी जा रहा हूँ DND से। गाजीपुर में इतना पानी, आधी गाड़ी डूब गई थी मेरी। उधर भी ज्यादा ब्लॉक है भैया, बहुत बुरा हाल है। बारिश तो बहुत दिन बाद हुई है, पर तेज हुई है, पर पानी जिगे जिगे भरा हुआ है, हालत खराब है। अभी लगता है बारिश के ज्यादा अच्छा गर्मी है। बारिश तो ये समझ लो ना ही हो तो ही सही है। दिल्ली वासियों के लिए तो बारिश ना हो तो ही सही है। ആളുകൾ അവരുടെ ബുദ്ധിമുട്ടൊക്കെ തന്നെ വിശദീകരിക്കുകയാണ്. പുള്ളി ഗാസിപൂരിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വലിയ വെള്ളക്കെട്ടൊക്കെ അതിജീവിച്ചാണ് വരുന്നത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഏതായാലും മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നത് വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ചെറിയ ശമനമൊക്കെ മഴയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ്ടും അന്തരീക്ഷം മൂടിക്കെട്ടി കടുത്ത ഒരു മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏതായാലും ആ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം കൂടിയാണ് നൽകുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഈ ജൂൺ ജൂലൈ സമയത്തൊക്കെ തന്നെ വലിയ മഴ പെയ്ത് യമുനയിലെ ജലനിരപ്പ് ഉയരുകയും അത് ഡൽഹിയിൽ പൂർണ്ണമായും ഒരു പ്രളയ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും യമുനയിലെ ജലനിരപ്പ് കുതിച്ചുയരാം. 2 ദിവസം കൊണ്ട് ആകെ ചിത്രം മാറുകയാണ്. ഇന്ന് 2 ദിവസം മുൻപ് വരെ കനത്ത ചൂടിൽ വലയുന്നതിനെ കുറിച്ച്, വെള്ളമില്ലാത്തതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് പുലരുമ്പോഴേക്ക് കാഴ്ച വേറെയാണ്. ഇവിടെ മുഴുവൻ വെള്ളം സർവത്ര എന്ന് പറയുന്ന അവസ്ഥയാണ്. ഓരോ ആളുകളും പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളത്, ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും നമ്മുടെ നാട് പോലെയല്ല, മഴ എന്ന് പറയുന്നത് അത്ര അധികം അനുഭവിക്കാൻ കിട്ടാറില്ല. അപ്പോൾ ചില ആളുകളെങ്കിലും ഉണ്ട് നല്ല ആവേശത്തിൽ ഈ മഴ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം തന്നെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകും. ഒരു ആ മിനി കൂപ്പർ ഏതായാലും അതിന്റെ ഉടമ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നേരമായി അവിടെ ആ വണ്ടി പാർക്കിംഗ് ലൈറ്റ് ഇട്ട് ഓഫാക്കി വെച്ചിരിക്കുന്ന സാഹചര്യമാണ്.